തുഷാർ ഗാന്ധിക്കെതിരെ ബി.ജെ.പി. പ്രവർത്തകർ നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകി. കലാപാഹ്വാനത്തിനും വിദ്വേഷ പ്രസംഗത്തിലും കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകാന്ത്, എന്താണ് ബി.ജെ.പി. പ്രവർത്തകരുടെ പരാതിയിൽ പറയുന്നത്? നേരത്തെ തുഷാർ ഗാന്ധിയെ തടഞ്ഞ കേസിൽ ബി.ജെ.പിയുടെ നേതാക്കന്മാരടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നല്ലോ. അതിന് പിന്നാലെയാണോ ഒരു കൗണ്ടർ പരാതി എന്ന മട്ടിൽ ഒരു പരാതി പോലീസിൽ ലഭിക്കുന്നത്? വിജയകുമാർ, നെയ്യാറ്റിൻകര പോലീസിൽ ബി.ജെ.പി. നേതാക്കളാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. അവർ പറയുന്നത് ജനാധിപത്യപരമായ പ്രതിഷേധമാണ് തങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ദേഹോപദ്രവം ഏൽപ്പിക്കലോ അതൊന്നും ഉണ്ടായില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നു. പക്ഷേ അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം കലാപാഹ്വാനമാണ് തുഷാർ ഗാന്ധി നടത്തിയത്. കലാപത്തിന് ശ്രമം നടത്തുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റേത് വിദ്വേഷ പ്രസംഗമാണ് എന്ന് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം. ഇതാണ് ബി.ജെ.പി. നേതാക്കൾ ഈ പരാതിയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. രണ്ടാമതായി, തുഷാർ ഗാന്ധിയെ പരാതി നൽകി മാത്രം ഒഴിവാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ അവർ ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ നെയ്യാറ്റിൻകരയിൽ തുഷാർ ഗാന്ധിക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്. തുഷാർ ഗാന്ധി മാപ്പ് പറയണമെന്നും തുഷാർ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇത്ര വലിയ പ്രതിഷേധം, ഇത്ര വലിയ വിമർശനം ഉയരുമ്പോഴും ബി.ജെ.പി. പിന്നോട്ടില്ല. കലാപാഹ്വാനത്തിനും വിദ്വേഷ പ്രസംഗത്തിലും കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി.ജെ.പി. തുഷാർ ഗാന്ധിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.